യേശു ജനിച്ചുവെന്ന് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ച ഗുഹ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇനി നമ്മൾ ആ ആട്ടിടയന്മാരെ പോലെ തന്നെ യേശു ജനിച്ച ബെത്ലഹേമിലെ അന്നത്തെ കാലിത്തൊഴുത്തുണ്ടായിരുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലസ്തീൻ ഭാഗത്തെ വെസ്റ്റ് ബാങ്കിലാണ്. ഇവിടെയാണ് ബെത്ലഹേം ഉള്ളത്. ഈ ബെത്ലഹേം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹീബ്രു ഭാഷയില് ബെയ്ത്ത് എന്ന് പറഞ്ഞാല് വീട് എന്നാണ്, ലഹം എന്ന് പറഞ്ഞാല് ബ്രെഡ് അല്ലെങ്കിൽ അപ്പം. അപ്പൊ ഇതിന്റെ അർത്ഥം വരുന്നത് അപ്പത്തിന്റെ ഭവനം എന്നാണ്. നമ്മുടെ കൂടെ ഷൈനി ചേച്ചി ഉണ്ട്, അതുപോലെ ബിന്ദു ചേച്ചിയും സുബിയും ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. വിശുദ്ധ നാട്ടിലെ 16ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. സാധാരണ നമ്മൾ പറയാത്തൊരു കാര്യം പറയാണ്. ഷെറിൻസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് മാത്രമല്ല ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ബാക്കിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റും കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ യേശു ജനിച്ച ബെത്ലഹേമിലെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, അതാണ് ചർച്ച് ഓഫ് ദ നേറ്റിവിറ്റി. കാലിത്തൊഴുത്തിലാണല്ലോ യേശു ജനിച്ചത്. അന്ന് ആ കാലിത്തൊഴുത്തുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈന്റെ അമ്മ വിശുദ്ധ ഹെലേനയാണ് ഈ ഒരു ദേവാലയം AD 339 നിർമ്മിച്ചത്. അതിനുശേഷം AD 533 ഈ ഒരു പള്ളി പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. ഇതാണ് പള്ളിക്കുള്ളിലേക്ക് കയറേണ്ട വാതില്. വളരെ ചെറിയൊരു വാതിലാണ്. എല്ലാവർക്കും കുനിഞ്ഞു മാത്രമേ ഈ പള്ളിക്കുള്ളിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. വിനയത്തിന്റെ വാതിലെന്നും മാനവികതയുടെ വാതിലെന്നും ഈ വാതിലിനെ വിളിക്കും. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അധിനിവേശ ശക്തികൾ വരുന്ന സമയത്ത് അന്നത്തെ പട്ടാളക്കാരൊക്കെ കുതിരപ്പുറത്ത് വരുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ചെറിയ വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറന്ന സ്ഥലമാണ് ഇത്. അപ്പോ എത്ര വലിയ ഉന്നതിയിലുള്ള ആളായാലും ഇവിടെ തല കുനിച്ച് മാത്രമേ ഈ വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചെറിയ വാതിലിലൂടെ നമ്മൾ പള്ളിക്കുള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെയുള്ള ഏത് പള്ളികളിൽ പോയാലും ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. പഴയകാല രീതിയിലുള്ള തൂണുകളൊക്കെ നമുക്ക് കാണാം. നിറയെ ദീപക്കുറ്റികളെ പോലെ ലൈറ്റുകളും അലങ്കാരങ്ങളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഉണ്ണീശോ ജനിച്ച ആ ഒരു കാലിത്തൊഴുത്തുണ്ടായിരുന്ന ഭാഗം ഈ അൾത്താരയുടെ താഴെ ഭാഗത്താണ്. ഈ അൾത്താരയുടെ വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെയാണ് ആ ഒരു സ്ഥലം, യേശു ജനിച്ച ആ ഒരു കാലിത്തൊഴുത്തുണ്ടായിരുന്ന സ്ഥലം. അതിനു മുകളിലാണ് നമ്മൾ ഈ കാണുന്ന പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവനും ചിത്രങ്ങളാണ് കേട്ടോ. മാതാവിന്റെയും ഔസപിതാവിന്റെയും അതുപോലെ യേശുവിന്റെ ജീവിതമൊക്കെ കാണിക്കുന്ന കുറെ ചിത്രങ്ങൾ നമുക്ക് കാണാം. പിന്നെ നക്ഷത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ മാതാവിന്റെ ഒരു ചിരിക്കുന്ന ഫോട്ടോ നമുക്ക് ഇവിടെ കാണാം. ഇത് വളരെ അപൂർവമായിട്ടുള്ള ചിത്രമാണ് കേട്ടോ. ഈശോയുടെ ബർത്ത് പ്ലേസ് ഗ്രോട്ടോയിലേക്ക് ഇറങ്ങുന്ന തൊട്ടരികിൽ മാതാവിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതായത് ആ പിക്ചറിൽ ഉള്ള മാതാവിൻ്റെ സന്തോഷം വേറെ ഒരു പിക്ചറിലും ഇല്ല എന്നാണ് സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഉണ്ണീശോ ജനിച്ച സമയത്താണ് അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കഷ്ടപ്പാടുകളിലൂടെ വന്നു, അപമാനങ്ങളിലൂടെ വന്നു. പക്ഷെ ഉണ്ണീശോ ജനിച്ച സമയത്ത് അമ്മ സന്തോഷിച്ച ആ ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. ആ പിക്ചർ നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഫീൽ ചെയ്യും. ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അതായത് ഒരു ഗുഹ പോലെയുള്ള ഭാഗത്തോട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങണം. ചെറിയ വാതിലാണ്. അവിടെയാണ് ആ കാലിത്തൊഴുത്തുണ്ടായിരുന്ന സ്ഥലം. അപ്പോ ഇതാണ് യേശു ജനിച്ച ആ ഒരു സ്ഥലം. അന്നത്തെ ആ കാലിത്തൊഴുത്തുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് ഇന്നൊരു വെള്ളി നക്ഷത്രമാണ് ഈശോന്റെ ജന്മസ്ഥാനമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദ സ്റ്റാർ ഓഫ് ദ ബെത്ലഹേം എന്നാണ് ഉണ്ണീശോനെ പറയുന്നത്. അതായത് ബെത്ലഹേമിന്റെ നക്ഷത്രമാണ് ഈശോ. ഇതിനെ ക്രിസ്മസ് നക്ഷത്രം എന്നും വിളിക്കോട്ടോ. ഈ ഒരു നക്ഷത്രത്തിന് 14 പോയിന്റാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 14 പോയിന്റുകൾ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ചാണ്. അബ്രാഹാമിൽ നിന്ന് ദാവീദിലേക്കും പിന്നീട് ദാവീദിൽ നിന്ന് ബാബിലോണിയൻ അടിമത്തത്തിലേക്കും പിന്നെ യേശുക്രിസ്തുവിലേക്കും എന്ന ക്രമത്തിലാണ് ഈ ഒരു വംശാവലി സൂചിപ്പിക്കുന്നത്. യേശു ജനിച്ച ശേഷം പുൽത്തൊട്ടിലൊക്കെ കിടത്തിയതിന്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഒരു പുൽത്തൊട്ടിലും നമുക്ക് കാണാം. നമ്മൾ ഈശോ ജനിച്ച ആ ഒരു പള്ളിയിൽ നിന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് നേരെ നമ്മൾ നിൽക്കുന്നത് മാഞ്ചർ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഒരു വഴിയുണ്ട്. അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മളിതിൻ്റെ അടുത്ത് പോകണം കേട്ടോ. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് നോക്കി ചേഞ്ച് ആയി കണ്ടോ. നമ്പർ പ്ലേറ്റ് മാറി. അതായത് മാർപ്പാപ്പന്മാരുടെ പടമൊക്കെ കാണാം. ഇവിടെ വൈറ്റിൽ പച്ച കൊണ്ട് എഴുതിയിരിക്കുന്ന നമ്പർ പ്ലേറ്റ്സ് ആണ് കേട്ടോ വണ്ടികൾക്ക്. ഇനി നമ്മൾ പോകണത് എങ്ങോട്ടെന്നറിയാമോ? ഹെറോദേസ് രാജാവ് 2 വയസ്സുള്ള കുട്ടികളൊക്കെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അങ്ങനെ യേശുവിനെയും കൊണ്ട് മറിയം
ഒളിച്ച് താമസിച്ച ആ ഒരു ഗുഹയിലോട്ടാണ് നമ്മൾ പോകാൻ പോണത്. നമ്മുടെ നാട്ടിലെ ഒരിടത്തും പള്ളികളിലാട്ടെ വീടുകളിലാട്ടെ ഒരിടത്തും നമ്മൾ മാതാവ് മുലയൂട്ടുന്ന പിക്ചർ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. മാതാവ് ഒരിക്കലും അങ്ങനെ ഒരു ബ്രസ്റ്റ് എക്സ്പോസ് ചെയ്ത് അങ്ങനെ ഒരു പിക്ചർ നമ്മളാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഹോളി ലാൻഡിൽ വന്ന ആ ഒരു ചരിത്രം കേട്ട് കഴിയുമ്പോൾ നമുക്കത് ആ ഒരു എക്സ്പോസിങ് എന്നുള്ള രീതിയിൽ നമ്മളത് കാണത്തില്ല. പിന്നീട് നമ്മൾ അതിനൊരു നല്ല രീതിയിൽ നോക്കി കാണും. ഇവിടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനെ ഒപ്പോസ് ചെയ്ത് പറയാറുണ്ട്, അങ്ങനെ മാതാവ് ഒരിക്കലും അങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അതിൻ്റെ പിന്നിലെ ചരിത്രം ഇതാണ്. ഉണ്ണീശോയ്ക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഉണ്ണീശോ ജനിച്ചു കഴിഞ്ഞ് ഹെറോദസ് രാജാവ് 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം താമസിച്ചിരുന്ന ഗുഹയിൽ നിന്ന് വേറൊരു ഗുഹയിലേക്ക് മാറി അവരവിടെ ഒളിച്ചിരുന്ന സമയത്താണ് യോസേപ്പിതാവിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ഇവിടെ നിന്നും ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനുള്ള സന്ദേശം കൊടുക്കുന്നത്. അങ്ങനെ മാലാഖ പ്രത്യക്ഷപ്പെട്ട സമയത്ത് മാതാവ് ഉണ്ണീശോനെ മുലയൂട്ടുകയായിരുന്നെന്നും ആ സമയത്ത് മാതാവിൻ്റെ ബ്രസ്റ്റിൽ നിന്നും മുലപ്പാൽ ആ പാറയിൽ വീണ് അത്രയും ഭാഗം വെള്ള കളറായിട്ട് മാറി ഇന്നും ആ പാറയുടെ പൊടിക്ക് പാലിൻ്റെ രുചിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാറയുടെ പൊടി ഇവിടെ നിന്നും മക്കളുണ്ടാവാത്ത ദമ്പതികൾ വാങ്ങിക്കൊണ്ടുപോയി പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി അത് കഴിക്കുന്നവർക്ക് മക്കളുണ്ടായ സാക്ഷ്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും അങ്ങനെ മാതാവ് ഉണ്ണീശോനെ മുലയൂട്ടുന്ന ഒരു പിക്ചർ വാങ്ങിച്ചുകൊണ്ട് പോയി നാട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ ഹോളി ലാൻഡ് വിസിറ്റിന് വരുന്ന എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെ ഒരു പിക്ചർ കാണാം. പക്ഷെ പണ്ടത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് മിൽക്ക് ഗ്രോട്ടോ സാങ്ച്വറി. ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എഴുതിക്കണുണ്ടോ? ഇതാണ് ആ ഒരു പള്ളി കണ്ട. ആ ഗുഹക്ക് മുകളിൽ പള്ളി പണിതേക്കാം കേട്ടോ. ഇവിടെ ദാവീദ് രാജാവിൻ്റെ ഒരു പ്രതിമ കാണാം കേട്ടോ. ഇവിടെ ഏലിയ പ്രവാചകന്റെ ഒരു പ്രതിമയും കാണാം. മിൽക്ക് ഗ്രോട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നമ്മൾ ഉള്ളിലേക്ക് പോകാം കേട്ടോ. എൻട്രി ഇവിടെയാണ്. താഴത്തോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങണം. ഇവിടെ ഒരു പ്രതിമയുണ്ട്. ഔസേപ്പിതാവും മാതാവും ഉണ്ണീശയും കൂടി ഈജിപ്തിലേക്ക് കഴുതപ്പുറത്ത് പലായനം ചെയ്യണതിൻ്റെ ഒരു പ്രതിമ കാണാം കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഗുഹയാണ്. ഇതാണ് ആ സ്പോട്ട്. ഒളിച്ച് താമസിച്ച സ്ഥലം അല്ലേ? അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ അകത്തോട്ട് കയറി ഈ കാണുന്നതാണ് അൽത്താര. അതിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ആ ഒരു സംഭവം നടന്ന സ്ഥലമുള്ള കേട്ടോ. അതായത് മാതാവ് മേരി ഉണ്ണീശോക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഈജിപ്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ പ്രത്യേകത നേരത്തെ ചേച്ചി പറഞ്ഞായിരുന്നു. മാതാവ് ഉണ്ണീശോന് പാല് കൊടുക്കുന്ന പിക്ചറാണ്. ഭയങ്കര റെയർ ആയിട്ടുള്ള പിക്ചറാണ്. നമ്മുടെ അവിടെ അധികം ഇങ്ങനത്തെ പിക്ചർ കാണാൻ സാധിക്കില്ല. ഈ പള്ളിയുടെ മുമ്പിൽ ഈ പിക്ചർ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ച് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പാലസ്തീൻ്റെ ഇത് ബ്ലോക്കിൽ കിടക്കണ വണ്ടിയായിരുന്നല്ലേ, ഞാൻ പാർക്ക് ചെയ്താന്ന് വിചാരിച്ചു. അതേ ഇതുണ്ടോ പലായനം ചെയ്യണതിൻ്റെയൊക്കെ പിക്ചർ. അപ്പോൾ പാലസ്തീനിൻ്റെ തെരുവിലൂടെ നമ്മളിതാ. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കളറാണ് കേട്ടോ. ടാക്സിയുടെ നല്ല മഞ്ഞ കളർ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും ഇതുണ്ടല്ലോ. ഇന്ത്യയുടെ ഉണ്ടോ? ബാക്കി രാജ്യങ്ങളിലൊക്കെ കാണാം, ഇന്ത്യയുടെ കണ്ടില്ല. ഇത് കണ്ടോ ചെടിയൊക്കെ വെട്ടി നിർത്തിയേക്കണൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ ഒരു മാളിൽ വന്നേക്കാണ്. ഇത് കണ്ടോ പാലസ്തീനിലെ മാളാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. ഇവിടെ ഒരു KFC ഉണ്ട്. അതെ, ദിസ് വേ KFC. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഇതാണ്. ഇവിടുത്തെ KFC നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ലതാണല്ലോ ഇവിടുത്തെ. ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു. ചിക്കൻ്റെ ഫാമിലി മീൽ 108 ഷെക്കലാണ്. ഞാൻ കാർഡാണ് കൊടുക്കണം, ക്യാഷ് എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ കാർഡ് കൊടുക്കും. അപ്പോൾ KFC അല്ല KFC സാധനം മാറിപ്പോയി. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ബക്കറ്റിൽ കുറേ പീസുകളുണ്ട്. കുറച്ച് സാലഡ്, കോള. KFC കഴിച്ച് നമ്മൾ തിരിച്ച് ജെറുസലേമിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ ടാക്സി ഉണ്ട്. ഒരാൾക്ക് 10 ഷെക്കൽ വെച്ച് ആണ് പുള്ളി റേറ്റ് പറയുന്നത്. പക്ഷേ അതിനേക്കാളും കുറവുള്ളൂ എന്നാണ് പറയണം. എന്തായാലും കയറാം. നമ്മൾ ടാക്സി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആ സൈഡ് കണ്ട, അപ്പുറ സൈഡിൽ നിന്നാൽ ഒരു ബസ് കിട്ടും. നമുക്ക് ബോർഡറിലോട്ട് പോകണം. ബോർഡർ ക്രോസ് ചെയ്യണം. യെസ്, ബസ് സ്റ്റോപ്പ് എത്തി. നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണോ? ഇത് തന്നെയാണോന്ന് നോക്കണമല്ലോ. 0 ഇത് 0 എന്നാണല്ലോ എഴുതിയേക്കണ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി തിരിച്ച് ജെറുസലേമിലേക്ക്. ഇത് കണ്ട, ഇതാണ്
ഇസ്രായേലിലോട്ട് കടക്കുന്ന ഭാഗോട്ടാ. ഇവിടെ മിക്കവാറും ചെക്കിങ് ഉണ്ടാവും. നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിക്കേണ്ടി വരുമെന്നാണ് തോന്നണം. നമ്മൾ പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിലോട്ട് കയറാണ് കേട്ടോ. ഇത് ബസ് സൈഡിലോട്ട് ഒതുക്കുന്നുണ്ട്. പ്രസൻറ്റ് യുവർ ID എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലി പട്ടാളക്കാർ വന്നിട്ട് ഇപ്പം നമ്മളെ ചെക്ക് ചെയ്യും. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് പയ്യെ ഇറങ്ങുന്നു. കൊച്ചിപ്പോൾ വീണാനെ. അപ്പോൾ നമ്മുടെ ID ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്പോർട്ട് കയ്യിൽ വേണം, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിവരിയായിട്ട് നിൽക്കുകയാണ്. നമ്മളെ എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം ആദ്യം ബസ് ചെക്ക് ചെയ്യേ, അതിന് ശേഷമാണ് നമ്മുടെ ആളെ കയറ്റണ്ടല്ലോ. ചെക്ക് ചെയ്ത് ഓരോരുത്തരായിട്ട് കയറ്റും. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞിട്ടോ. പാസ്പോർട്ടും വിസയും ചോദിക്കുന്നുണ്ട് അവർ. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കണ്ടാ അവിടെ ഭയങ്കര ചെക്കിങ് ആണ്. അപ്പുറത്ത് പോലീസ് വണ്ടി കിടപ്പുണ്ട്. സുബിയുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലായിരുന്നു, പക്ഷെ മൊബൈലിൽ കാണിച്ചു കൊടുത്താ അല്ലേ? കുഴപ്പമൊന്നുമില്ല. വിസ കാണിച്ചു കൊടുത്തു മൊബൈലിൽ. പാസ്പോർട്ട് എടുക്കാൻ വിട്ടുപോയി, പക്ഷേ കുഴപ്പമില്ല. ചിലവർ സമ്മതിക്കില്ലല്ലേ? ചില ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ജെറുസലേം. നമ്മളെ ഇപ്പോൾ ഒരു ടണലിലേക്ക് കയറിയതേ. ഇതണ്ട ടണലിലേക്ക് കയറി. വലിയ മതിലൊക്കെ നോക്കി. പക്ഷെ എൻ്റെ പൊന്നോ, ഇതിൻ്റെ അപ്പുറത്താണ് പാലസ്തീൻ. നമ്മൾ ഇസ്രായേലിൽ കൂടി യാത്ര ചെയ്യുന്നു. എന്താ ഇത് കണ്ടോ, ഒരു മനുഷ്യന് ചാടി കിടക്കാൻ പറ്റില്ല. അമ്മാരി മതിലാണ് പണിത് വെച്ചാണ്. ബസ് ഇറങ്ങി നമ്മൾ വീണ്ടും ജെറുസലേം പട്ടണത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. പഴയ മതിൽ കണ്ട, ഒട്ടോമൻ കാലത്ത് നിർമ്മിച്ച മതിലാണ്. ഇതേ കൊടിയൊക്കെ പിടിച്ചു പോകണമൊക്കെ. ഏതോ ഒരു ടൂർ ഗ്രൂപ്പാണ്, ഏതോ രാജ്യത്തു നിന്ന് വന്ന ആളുകൾ. കൂടുതലും ഇവിടെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് സോളോ ആയിട്ടൊക്കെ വരുന്നൊരു വളരെ ചുരുക്കം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ക്യാമറ അല്ല, ഇത് ലൈറ്റ് അടിക്കാനുള്ള എന്തോ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ക്യാമറ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ഇഷ്ടം പോലെ ക്യാമറകളുണ്ട്. അതായത് ഇവിടെ ഓരോ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴേ ഇതിന്റെ ഹിസ്റ്ററി ഈ ഭിത്തിയിൽ കാണുന്ന പ്രൊജക്ടർ അതാണ് ഇരിക്കണ സാധനം. ഭിത്തിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതായിരിക്കും സംഭവം. അത് ക്യാമറ അല്ല, പക്ഷെ ക്യാമറ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടാ കണ്ടാ, ഞാനും വിചാരിച്ചു മറ്റേത് ആന പോലത്തെ സാധനം ക്യാമറ കാണാൻ സാധ്യതയില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൽ തന്നെയാണ് ഇറങ്ങിപ്പോയത്. ഇത് ജാഫ ഗേറ്റാണ്. 8 ഗേറ്റുകളുണ്ട്. 8 ഗേറ്റിൽ ഒന്നാണ് ജാഫ ഗേറ്റ്. ഈ ജാഫ ഗേറ്റ് കടന്നു വരുന്നിടത്ത് കുറച്ച് മണി എക്സ്ചേഞ്ച് ഷോപ്പുകളൊക്കെ കാണാം. അപ്പോൾ ഞാനൊരു $200 ചേഞ്ച് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ 10 പൈസയില്ല ഷെക്കിൽ. അപ്പോൾ ഇനി അടുത്ത ദിവസം കുറച്ച് സ്ഥലങ്ങളും കൂടി പോകാനുണ്ട്, ഡെഡ് സീ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടി പൈസ വേണം. അപ്പോൾ ഞാൻ ഡോളർ മാറി. ഇവിടെ ഒരു കോണിപ്പടി ഉണ്ടോ നിങ്ങൾ? അതിന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ഉണ്ട്. അതിനകത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ കോട്ടയില്ലേ, കോട്ടയുടെ മുകളിൽ കൂടി നമുക്ക് നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ ജി? നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതിൽ കൂടെ നടക്കാം അല്ലേ? ഓക്കെ, കുറേ പേര് ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ് പോണത്. അതിൽ കുറേ പേര് പോകുന്നുണ്ട് അവിടെ. അയ്യോ പൂച്ച, ഇതിനെ കാണുന്നില്ലല്ലോ ഇവിടെ കിടക്കും. കളർ ഇത് കണ്ടോ, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടേക്കാണല്ലോ. 2 മണിയാകുമ്പോൾ തുറക്കുന്നു തോന്നുന്നു.